പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ രാവിലെ കുളിച്ച് നമ്മുടെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ രാവിലെ മുറ്റത്ത് ഇങ്ങനെ ചെടി നനച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അച്ഛൻ വന്നത് കേട്ടോ. പ്രതീക്ഷിക്കാതെ എത്തിയതാണ് അച്ഛനെ. അപ്പോൾ അച്ഛൻ വന്ന ഉടനെ ദേവൂസ് ഓടിപ്പോയി ചാടി കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അച്ഛൻ ഇന്ന് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ഒരു ഐറ്റമാണ്. അച്ഛൻ ഇന്ന് ഒരു ചോക്കോബാർ കൊണ്ടുവന്നു. എന്നും കൊണ്ടുവരുന്ന ചോക്കോബാറിൽ നിന്ന് ഒരു വ്യത്യസ്തമായൊരു ചോക്കോബാറായിരുന്നു ഇന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ദേവൂസിന് ഇനിയും ചോക്കോബാർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദേവൂസ് ഈ കള്ള ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കള്ള ഉമ്മയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമുക്ക് അച്ഛൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്ന് അച്ഛൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലുണ്ടായിരുന്നതിൻ്റെ ബാക്കി മീൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മത്തിയും പിന്നെ കുറച്ച് ചിക്കനും ഒക്കെ ആയിട്ട് ഇങ്ങ് പോന്നു. അപ്പം രാവിലെ ഇങ്ങ് പോകുന്നത് കൊണ്ട് നമുക്കിവിടെ കറിക്ക് ഇനി ഒന്നും മേടിക്കേണ്ട ആവശ്യം വന്നില്ല. അച്ഛനെല്ലാം കൊണ്ടുവന്നല്ലോ. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനകത്ത് കുറേ അഴുക്കും പൊഴുക്കും ഒക്കെ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഞാൻ വെച്ചു. അതിനുശേഷം കുറച്ചെടുത്ത് മാറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. എല്ലാം കൂടെ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് അച്ഛൻ ചിക്കൻ കൂട്ടാത്ത കൊണ്ട് തന്നെ അച്ഛന് മീൻ തന്നെ വേണം. അച്ഛൻ ചിക്കനൊന്നും കൂട്ടത്തില്ല. അതുകൊണ്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് പകുതി. അപ്പോൾ കുറച്ചെടുത്ത് നമുക്ക് കറി വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ആ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാനിവിടെ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയ പീസായിട്ടല്ല, നമ്മൾ ഈ വലിയ വലിയ മീനൊക്കെ കട്ട് ചെയ്യത്തില്ലേ, ആ രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് കറി വെക്കുന്നുണ്ട്. ഇതിൻ്റെ പകുതി അമ്മ അവിടെ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി മാത്രമേ ഇതുള്ളേ. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞങ്ങോട്ട് എടുക്കുവാണ്. ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുവാണെങ്കിൽ എനിക്ക് കറി വെക്കാനൊരു പ്രത്യേക ഇതാണ്. മറ്റേ രീതിയിൽ അരിയുമ്പോഴത്തേക്കും മീൻ കറി കാണാനൊരു രസം കാണത്തില്ല. പക്ഷേ ഈ രീതിയിലാണ് ഞാൻ മിക്കവാറും കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ മീനെ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നേരെ സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. കാരണം നമുക്ക് ചിക്കൻ കറിക്കും വേണം മീൻ കറിക്കും വേണ്ട. അതെല്ലാം കൂടെ ആയിട്ട് ഞാൻ കുറേ അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് എടുത്തേ. അപ്പോൾ സവാള ഇഷ്ടം പോലെ അങ്ങ് ഇടുന്നൊന്നുമില്ല, കുറേശ്ശെയൊക്കെ ഇടും. ഈ സവാളയൊക്കെ ഇടുമ്പോൾ കറി മധുരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കൊച്ചുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണെന്നും കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ സവാളയാണ് ചേർക്കുന്നത്. എനിക്ക് ഈ കൊച്ചുള്ളി ഒന്നും ചെറുതായിട്ട് ഇങ്ങനെ ഇരുന്ന് അരിഞ്ഞ് പയ്യെ ഇരിക്കാനൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് സവാള തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് തക്കാളി ഇത്രയൊന്നും അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേവ് കുറവായിരിക്കും. അതുകൊണ്ട് ഈ കനം കുറച്ചാണ് ഞാൻ അരിയാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സവാള ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഈ തേങ്ങ ഞാനിവിടെ വറുക്കാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചിക്കൻ കറിയില്ലേ, ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ കറി നമ്മൾ വറുത്തരച്ചാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ വറുക്കുന്നത്. അപ്പോൾ തേങ്ങയും കുറച്ച് പെരിഞ്ചീരകവും ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കുവാണ്. അതേപോലെ തന്നെ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ വറുത്തരച്ച ചിക്കൻ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കറിയൊക്കെ വെക്കുമ്പോൾ വറുത്തരച്ച് വെക്കുന്നത്. മീൻ കറി ആകുമ്പോഴത്തേക്ക് ഈ നമ്മുടെ മറ്റേ കിളിമീനില്ലേ, കിളിമീനൊക്കെ വറുത്തരച്ച് വെക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് ഇറച്ചിക്കറി വറുത്തരച്ച് വെക്കാനും ടേസ്റ്റ് തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വറുത്തിട്ടാണ് കറി വയ്ക്കുന്നതെങ്കിലും ടേസ്റ്റാണ്. അപ്പം ഞാനാണെങ്കിൽ അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ക്ലീൻ ചെയ്യാതെ കിടക്കുമ്പോഴത്തേക്ക് ഒരു ഭ്രാന്ത് പിടിച്ച പോലെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മീൻകറി വെക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ മീൻകറി റെഡി ആയിട്ടുണ്ട്. മീൻകറി എല്ലാം തിളച്ച് അടിപൊളിയായിട്ട് വരുന്ന സമയത്ത് നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അപ്പോഴും തേങ്ങ മൂത്ത് വന്നിട്ടില്ല കേട്ടോ, മീൻകറി റെഡിയായി.
ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണ്. അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ പാത്രം എടുത്ത്, അതായത് മൂടിപ്പാത്രം എടുത്ത് നമ്മളതിനകത്തോട്ട് വെച്ചിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ. ഉപ്പിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ മൂത്ത് നന്നായിട്ട് ഇതായിട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതുവരെ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വരുന്നവരെ ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇപ്പുറത്തെ ചട്ടിയിൽ നമ്മൾ നേരത്തെ തേങ്ങ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ തേങ്ങ വറുത്ത് എടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ, വറുത്ത് വെച്ചിരുന്ന തേങ്ങയിലിട്ട്. അപ്പോൾ തേങ്ങയിൽ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് അടിച്ചെടുത്ത് നമ്മുടെ ആ തേങ്ങ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡിയാകും കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്ന കുറേ പേരൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അയ്യോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്നും മൂപ്പിച്ചില്ലല്ലോ ഒന്ന് എണ്ണയിലിട്ട്. ഞാൻ ഇങ്ങനെ ഒന്ന് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ്. കറി അടിപൊളിയാണ്, ഒരു കുഴപ്പവും ഇല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറി അടിപൊളി ടേസ്റ്റാണ്, ഒരു കുഴപ്പവും ഇല്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ് വറുത്തരച്ച ചിക്കൻ കറി. അപ്പം ചിക്കൻ കറി അവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് വറ്റി കുറുകി വരട്ടെ. ആ സമയത്ത് നമുക്ക് എല്ലായിടം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 12:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചോറുണ്ണാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അപ്പം ഞാനിവിടെ എല്ലാം ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തൂത്ത് തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചിക്കൻ കറിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. സാധാരണ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ ഇങ്ങനെ വറുത്തരച്ച് വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ആയിട്ടാണെന്ന് ചോദിച്ചാൽ 2-3 പ്രാവശ്യം ഞാൻ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം ഇങ്ങനെ ചിക്കൻ കറി വറുത്തരച്ച് വെക്കുന്നത്. അപ്പം എപ്പോഴും നമ്മൾ റോസ്റ്റ് ചെയ്യുകയോ ചിക്കനൊന്ന് റോസ്റ്റ് ചെയ്ത് പുരട്ടി എടുക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഇത് കുറേ നാളായില്ലേ ചിക്കൻ കറിയൊക്കെ ഒന്ന് കൂട്ടിയിട്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തതാണ്. ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് നല്ല അടിപൊളി മണവും ഒക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം അതെല്ലാം കഴിഞ്ഞു. ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്വാസമാണ്. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞു. നമ്മൾ ഈ വാഷ് ബേസിനകത്ത് നമ്മൾ പാത്രമൊന്നും കഴുകത്തില്ല കേട്ടോ. വർക്ക് ഏരിയയിൽ വാഷ് ബേസിലാണ് കൂടുതലും നമ്മൾ പാത്രമൊക്കെ കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടപ്പിലൊരു ചെറിയൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് കഴുകിയെടുത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ പാത്രങ്ങളൊന്നും കുന്നുകൂടാറില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്, നല്ല ചിക്കൻ കറി തന്നെയാണ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.